ഒടിയന് ഒടിവെക്കുന്നത് ആരാണെന്ന് ചോറുണ്ണുന്നവർക്ക് അറിയാമെന്ന് അഭിനേത്രിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി. സിനിമ മോശമാണെങ്കിൽ പുറത്തിറക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം മോഹൻലാലിനാണെന്നും ഭാഗ്യലക്ഷ്മി ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ വ്യക്തമാക്കി. ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു ഹർത്താൽ തകർക്കാനുള്ള അത്രയും ഫാൻസ് ഉള്ള ആളാണ് മോഹൻലാൽ എന്ന അതുല്യ നടൻ എന്ന് കേരളത്തിനും ബോധ്യമായ ദിനമാണ് ഒടിയൻ എന്ന സിനിമ ഇറങ്ങിയ ദിവസം. നല്ലതും ചീത്തയുമായി എത്രയോ സിനിമകൾ അഭിനയിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ഈ സിനിമ എന്താണെന്നും എങ്ങനെ എടുത്തിട്ടുണ്ടെന്നുമുള്ള ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് പുറത്തിറക്കിയത്. അപ്പോൾ തന്റെ സിനിമ മോശമാണെങ്കിൽ അത് പുറത്തിറക്കാതിരിക്കാനും തന്റെ പ്രേക്ഷകരെ നിരാശപ്പെടുത്താതിരിക്കാനുമുള്ള ചുമതല പൂർണ്ണമായി മോഹൻലാലിനാണ്. കാരണം അദ്ദേഹം ഈ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ്. പിന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ സിനിമ 2 തവണ കണ്ട പ്രേക്ഷക എന്ന നിലയ്ക്ക് ഇതൊരു മോശം സിനിമയല്ല. മോഹൻലാൽ എന്ന മഹാനടന്റെ നല്ലൊരു സിനിമ തന്നെയാണ് ഒടിയൻ എന്നാണ് എന്റെ അഭിപ്രായം. ഒരാൾക്ക് ഇഷ്ടമായില്ലെന്ന് കരുതി മറ്റൊരാൾക്ക് ഇഷ്ടമാവില്ലെന്ന്, ഇഷ്ടപ്പെടരുതെന്ന് കരുതരുത്. സിനിമ കാണാത്തവർ പോലും ഈ സിനിമയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന്. മലയാള സിനിമയിൽ മോശം സിനിമകൾ വന്നിട്ടില്ലേ? എത്രയോ വലിയ സംവിധായകരുടെ മോശമായ സിനിമകൾ ഇറങ്ങിയിട്ടില്ലേ? മോഹൻലാലിന്റെ മോശം സിനിമകൾ ഇറങ്ങിയിട്ടില്ലേ? സിനിമയ്ക്കെതിരെയല്ല, പ്രത്യേകിച്ച് ഒരു വ്യക്തിക്കെതിരെയാണ് ഈ ആക്രമണം. അതിന് പേര് വിമർശനം എന്നല്ല, വേറെയാണ്. മോഹൻലാൽ സിനിമ കാണാൻ പോയവർ സിനിമ കണ്ടിട്ട് മോഹൻലാലിനെ ചീത്ത വിളിക്കാതെ സംവിധായകനെ ചീത്ത വിളിക്കുന്നത് എന്ത് മര്യാദയാണ്? ചോറുണ്ടെന്നവന് മനസ്സിലാവും ഒടിയൻ ആരാണെന്നും എവിടെ ഇരുന്നാണ് ഒടി വെക്കുന്നതെന്നും. പിന്നെ ശ്രീകുമാർ മേനോൻ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു, മഞ്ജു വാര്യർ ഇതിന് മറുപടി പറയണമെന്ന്. എന്തിന്? മഞ്ജു എന്തിനാണ് മറുപടി പറയുന്നത്? ഇതിന് ആരും മറുപടി പറയേണ്ടതില്ല. ആദ്യത്തെ ആക്രമണം മാത്രമാണിത്. നല്ല സിനിമയാണെങ്കിൽ വിജയിക്കും. സ്വന്തം അഭിപ്രായത്തിൽ സിനിമ കാണുന്നവരുമുണ്ട് ഇവിടെ.